തിരുവനന്തപുരം ജില്ലാ ജയിലിലെ തടവുകാരനെ മർദ്ദിച്ചതായി പരാതി. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സഹപ്രവർത്തകയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ബിജുവിനാണ് പരിക്കേറ്റത്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരോപണം ജയിൽ അധികൃതർ നിഷേധിച്ചു. കോടതി നിർദ്ദേശപ്രകാരം ജയിലിൽ എത്തിച്ച ഉടനെ ബിജുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നുവെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. ബിജുവിനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പേരൂർക്കട പോലീസിന്റെയും വിശദീകരണം. സിജോ ബി ജോൺ വിശദാംശം നൽകും. സിജോ, ഈ ബിജുവിന് മർദ്ദനമേറ്റു എന്ന് എങ്ങനെയാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നത്? നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? പോലീസിന്റെ വിശദീകരണം എന്താണ്? ഈ ബിജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഇയാൾ നൽകിയ മൊഴിയിലാണ് ആശുപത്രി അധികൃതരോടാണ് പറയുന്നത് തനിക്ക് മർദ്ദനമേറ്റു എന്നുള്ള ഒരു സംഭവം. ജയിലിൽ വെച്ച് മർദ്ദനമേറ്റു എന്നുള്ളത് പറഞ്ഞതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ജയിൽ അധികൃതർ തങ്ങൾ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആണ് പറയുന്നത്. അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 12-ാം തീയതി രാത്രി 9:15 കൂടിയാണ് ഇയാളെ ജയിലിൽ എത്തിക്കുന്നത്. ഇയാൾക്ക് വിദഗ്ധ ചികിത്സ കൊടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെ തുടർന്ന് 9:30 കൂടി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാത്രി തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. വൈകുന്നേരം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഇവർ ഡോക്ടർമാർ പറഞ്ഞു പിറ്റേ ദിവസം സൈക്കാട്രി വിഭാഗത്തെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണ് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതിനെ തുടർന്നാണ് ആദ്യം എക്സ്റേ പരിശോധനകൾ നടത്തുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ രക്തസ്രാവം ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണെന്നുള്ളതാണ് ജയിൽ വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് പേരൂർക്കട പോലീസായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് അവിടെ വെച്ച് വൈദ്യപരിശോധന നടത്തിയിരുന്നു. തുടർന്ന് ഇവിടെ എത്തി വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് ജയിൽ അധികൃതർക്ക് കൈമാറിയെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സമയങ്ങളിലൊന്നും തനിക്ക് മർദ്ദനമേറ്റതായി അയാൾ പരാതിയൊന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തി. ഇപ്പോൾ കണ്ടീഷൻ മോശമാണ്. എങ്കിലും ഈ അപകടനില അങ്ങനെ തരണം ചെയ്തു എന്ന നിലയിലേക്ക് പറയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല താനും.